ഹായ് നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഐറ്റങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ പരിചയപ്പെടുത്തി തരാമെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ ഷോപ്പാണെന്ന് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയിരുന്നത്. ഈരാറ്റ ടൗണിലെ തിരുത്തിൽ അഗ്രിയുമായിട്ടൊരു ഷോപ്പാണ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത്. ആ ഷോപ്പ് കാണിച്ചു തരാം. ഇനി നമ്മളെ ഡീലിംഗ് എങ്ങനെയാണ്, നമ്മളെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ബോബൻ ചേട്ടൻ തന്നെ പറയും. ബോബൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാം നമുക്ക്. ഞങ്ങൾ ഈ ഈരാറ്റുപേട്ടയിലേക്ക് വ്യാപാരം കച്ചവടം തുടങ്ങിയിട്ട് ഏകദേശം ഇന്നിപ്പം 13 വർഷത്തോളം ആകാറായി. കട തുടങ്ങി ആ ഇടയ്ക്ക് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ കുമാർ എന്നൊരാൾ ഒരു ബസ്സിൽ വന്നിറങ്ങി കുറച്ച് വാക്കത്തികളൊക്കെ ആയിട്ട് നമ്മുടെ കടയ്ക്ക് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, വാക്കത്തി ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് ചേട്ടന്, അതിന് ശേഷം എടുത്താൽ മതി, പൈസയും തരണ്ട എന്ന് പറഞ്ഞ് കുമാർ ഒരു വാക്കത്തി കാണിച്ചു. അന്ന് ആദ്യം ഇറക്കാൻ നമുക്കൊരു മടി വന്നു, ഇത് വിൽക്കുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വാക്കത്തി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അത് തന്നെയല്ല, എൻ്റെ ഈട്ടിപ്പിടി ഇട്ടതായിരുന്നു. വാക്കത്തി ഇഷ്ടപ്പെട്ടു. അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി, ഞങ്ങൾ ഉപയോഗിച്ചു, പണിക്കാർ ഉപയോഗിച്ചു. ആ വാക്കത്തി ഇന്നും ഈ 13 വർഷമായി ഇന്നും ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ആ വാക്കത്തിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല റിസൾട്ടുള്ള നല്ല വാക്കത്തിയായിരുന്നു. അത് ശേഷം കുമാരോട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വാക്കത്തി വേണം, ഇറച്ചിക്കത്തി വേണം, കറിക്കത്തികൾ വേണം, അങ്ങനെ പലതിൻ്റെ ഐറ്റങ്ങൾ പറഞ്ഞു. അപ്പോൾ കുമാർ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഈ കത്തികൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ഈരാറ്റുപേട്ട പാലാസൈഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വാക്കത്തികൾക്ക് ഷേപ്പ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വാക്കത്തിയുടെ മോഡൽ ഞാൻ കൊടുത്തു. അതിനനുസരിച്ച് കുമാർ ഞങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നു. അത് ഞാൻ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് എടുത്തു, അവരുപയോഗിച്ച് തുടങ്ങി. റിസൾട്ട് നല്ലതായിരുന്നു. എല്ലാവരും പറഞ്ഞു നല്ല കത്തിയാണ് കുമാറിൻ്റെ കത്തി, വാക്കത്തികൾ നല്ലതാണ്, കളവീശികൾ നല്ലതാണ്, കറിക്കത്തികൾ നല്ലതാണ്. അങ്ങനെ കുമാറിന് പിന്നെ ഓർഡറുകൾ കൂടുതലായി. മാസത്തിൽ ഒരു തവണ ഇറക്കിക്കൊണ്ടിരുന്നത് പിന്നെ 2 തവണ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ സെയിൽസിൻ്റെ വോളിയം കൂടി. ഞങ്ങൾക്ക് കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വിൽക്കാൻ പറ്റി ഈ കുമാറിൻ്റെ വാക്കത്തികൾ. കോട്ടയത്തു നിന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്നും ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ പല ഭാഗത്തുനിന്നും ആൾക്കാർ ഈ കുമാറിൻ്റെ വാക്കത്തി അന്വേഷിച്ച് ഇവിടെ വരാറുമുണ്ട്, വാങ്ങിക്കാറുമുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വാക്കത്തികൾക്കോ കറിക്കത്തികൾക്കോ അല്ലെങ്കിൽ എന്ത് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുമാർ നമുക്കത് ഒരു മടിയും കൂടാതെ സാധനം നമുക്കത് മാറി പൊതിത് തരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഞങ്ങൾ ആ ഗ്യാരണ്ടി പറഞ്ഞാണ് കൊടുക്കുന്നത്. കുമാറിൻ്റെ വാക്കത്തേക്ക് ഞങ്ങൾ ഫുൾ ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. എന്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും അത് കുമാർ നമുക്ക് മാറി തരും. ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട്, കുമാറിലും ഉണ്ട്. ഇത്രയും വർഷമായി ഡീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ലൊരു വ്യക്തിയാണ്. അതുകൂടാതെ അവരുടെ സാധനങ്ങളെല്ലാം തന്നെ നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും തന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കസ്റ്റമേഴ്സ് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇരുമ്പിന് എന്തെങ്കിലും കേടുണ്ടായിട്ടായിരിക്കും അത് ചിലപ്പോൾ ഒടിഞ്ഞു പോകുന്നേ, അല്ലെ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ചിലപ്പം വേണേ പോകാം, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. വാക്കത്തികളല്ലേ, അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കവർ ഒരു മടിയും ഇല്ലാതെ നമുക്ക് എല്ലാ സാധനങ്ങളും മാറിയും തരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിനും താല്പര്യമാണ്. നല്ല ഇരുമ്പാണ്, നല്ല ഈട്ടുതടി കൊണ്ടാണ് അതിൻ്റെ പിടി ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ നല്ലതാണ്. എൻ്റെ പേര് ബിജോയ് എന്നാണ്. ഞാൻ ഈ കുമാറിൻ്റെ വാക്കത്തി ഒരു 10 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എല്ലാ ഐറ്റം വാക്കത്തിയും തന്നെ എൻ്റെ കയ്യിലുണ്ട്. കുമാറിൻ്റെ എല്ലാം നല്ല മൂർച്ചയും ഒന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല മൂർച്ച കിട്ടുന്ന ടൈപ്പ് വാക്കത്തിയാണ്.